ഈ കഴിഞ്ഞ ദിവസം നൂർ അബ്ദുൽ എന്ന് പറയുന്ന ഒരു സഹോദരി, അവരൊരു നിരീശ്വരവാദിയാണ്. അവർ നമ്മുടെ അരിപ്പ് ഹുസൈനുമായിട്ട് ഒരു വിഷയത്തിൽ ഡിബേറ്റ് ചെയ്തപ്പോൾ അവരുടെ വസ്ത്രത്തിൻ്റെയൊക്കെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അരിപ്പ് ഹുസൈൻ്റെ പെങ്ങൾ വന്ന് കമൻ്റ് എഴുതുന്നുണ്ട്. പൊതുവിൽ ഈ സമൂഹമെല്ലാം വിചാരിക്കുന്നത് ഈ ഹിജാബും അല്ലെങ്കിൽ അതുപോലത്തെ വസ്ത്രം ധരിക്കുന്നവരെല്ലാം ഏതെങ്കിലും മതമൂല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്ന് അങ്ങ് സമഗ്രമായി സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നത് അബദ്ധമാണ്. എല്ലാ മതവിശ്വാസത്തിലും വസ്ത്രം ഒരു പരിചയായും ഒരു മറയായും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിപ്പോൾ സിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന വസ്ത്രമായാലും സ്വാമിമാർ ഉപയോഗിക്കുന്ന വസ്ത്രമായാലും അതുപോലെ തന്നെ ഈ ഇത്തരം സംഗതികളായാലും പർദ ആയാലും നിക്കാബ് ആയാലും പിന്നെ ഈ പറഞ്ഞ ഹിജാബ് ആയാലും എല്ലാം അങ്ങനെ വേണം കാണാൻ. ഞാൻ പണ്ട് കുടുംബം തകർക്കുന്ന താത്ത വ്ളോഗർമാരെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഒലിപ്പിക്കുന്ന ഒട്ടിക്കുന്ന കുറച്ച് താത്ത ഇത്ത വ്ളോഗർമാർ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം അനുപമ എം ആചാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അവരുടെ മകനെ വേറൊരു കാമുകനും അദ്ദേഹം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് വ്യത്യസ്തമായ ഒരു തൊലിപ്പിക്കൽ പോസ്റ്റുമായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത്തരം പോസ്റ്റ് പിന്നെ കാശിനും കച്ചവടത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ എഴുതി പൊലിപ്പിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പണ്ട് പശുവിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എഴുതുന്നത് അപകടമാണ്, അറിഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് എന്ന് തെങ്ങയിൽ കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് എഴുതുന്ന ചില വിദഗ്ധന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ തെങ്ങയെ കെട്ടിയിരിക്കുന്ന പശുവിന് അല്ലെങ്കിൽ പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിന് പിന്നെ ഓലയുണ്ട്, പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിന് മടലുണ്ട്, പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിൽ തേങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ പശുവിനെ അതിൽ കൊണ്ട് കെട്ടി അതിലെല്ലാം പശു ചേർത്ത് എഴുതുന്നത് പോലെ നമ്മുടെ പുതിയ ഒരു എഴുത്തുകാരി ഇങ്ങനെയാണ്: അമ്മ സെക്സ് ചെയ്യുന്നത് തടയാൻ മകൻ എന്താണ് അവകാശം? അയ്യോ, ഒരവകാശവും ഇല്ല. മകൻ എന്ത് ചെയ്യാനൊക്കും? മകനൊന്നും ചെയ്യാനൊക്കത്തില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സെക്സ് ചെയ്യുന്നതിന് അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ ഗർഭാവസ്ഥയിൽ പോലും സെക്സ് ചെയ്താൽ കുഴപ്പമില്ല. മക്കളാരും ഗർഭപാത്രത്തിൽ കിടന്ന് അതിനെ ശല്യപ്പെടുകയോ തടസ്സപ്പെടുത്തുകയോ അതിലെന്തെങ്കിലും സവിശേഷമായ ബലം പ്രയോഗിക്കുകയോ വലിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു അവകാശവും അത് ഹനിച്ചിട്ടില്ല. ലോകത്തൊരു മകനും അങ്ങനെ ഒരു അവകാശമില്ല. ഒരു ടോക്സിക് സമൂഹത്തിൽ വളർന്നു വന്ന സെക്സ് ഒരു തെറ്റാണെന്ന് കരുതുന്ന ബുദ്ധിയില്ലാത്തൊരു ചെക്കൻ കാണിച്ച അബദ്ധം, അത്രയേ ഉള്ളൂ ഈ വിഷയം. എങ്ങനെയുണ്ട്? അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ ജനിച്ചു പോയതാണ് അവൻ ചെയ്ത തെറ്റ്. സെക്സ് എന്താണെന്ന് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഹരിശ്രീ പഠിപ്പിക്കുന്നതിന് മുമ്പ് മക്കളെ പഠിപ്പിക്കണം, അമ്മയും അച്ഛനും. പുതിയ കാലത്തെ ഹിജാബ് താത്തായ ഫാത്തിമ ഫാദിയ, നീ അതൊക്കെയാണോ ഒറിജിനൽ ആളാണോ ഏതിനമാണെന്നൊന്നും ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടാൽ അറിയാനൊക്കത്തില്ല. എങ്കിലും രാവിലെ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ പറയുന്നത് മറുപടി പറയാതിരിക്കാൻ തോന്നിയില്ല. അമ്മയായതുകൊണ്ട് ഒരു പെണ്ണ് അവളുടെ സെക്ഷൽ ഡിസയർ വേണ്ടെന്ന് വെക്കണമെന്ന് കരുതുന്ന ഒരു ടോക്സിക്കായ സമൂഹം. ആ സമൂഹത്തിൽ അതേ ചിന്താഗതിയോടെ വളർന്നു വന്ന മകൻ, തൻ്റെ തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തടസ്സം നിന്ന് കട്ടിലിൽ കയറി കിടന്ന മകനെ ആണ് അവൾ ഉപദ്രവിച്ചത്. ടോക്സിക് പേരൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ടോക്സിക് സണ്ണാണ് ആ കുട്ടി. ഇൻ്റർവ്യൂകളിൽ നിന്ന് ലൈംഗികതയെക്കുറിച്ച് അത്യാവശ്യം അറിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. അവൻ്റെ അമ്മയാണെന്ന് കരുതി ഒരു മകനും അവൻ്റെ അമ്മയുടെ ലൈംഗിക ആവശ്യങ്ങളിൽ നിന്ന് തടയാനുള്ള അധികാരമില്ല. അത് അവളുടെ വ്യക്തിപരമായ ആവശ്യമാണ്. അത് അനുവദിക്കുന്ന ഒരു രാജ്യവുമാണ് നമ്മുടേത്. ഡിവേഴ്സായ പെണ്ണ് വെള്ളയെടുത്ത് റൂമിൽ അടച്ചിരിക്കുന്ന കാലമൊക്കെ എന്നേ കഴിഞ്ഞു. അവളുടെ ആവശ്യങ്ങൾ ചോദിച്ചു മാടിക്കാനുള്ള കഴിവുള്ള പിള്ളേരുടെ തലമുറയാണിത്. തൻ്റെ സുഹൃത്തുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുമ്പോൾ മോൻ കയറി ഇടയിൽ കിടന്നാൽ ആരായാലും ഒരെണ്ണം കൊടുക്കും. അവളും കൊടുത്തു. കുറച്ച് കൂടിപ്പോയെന്നത് ഒഴിച്ചാൽ ഒരു തെറ്റും കാണുന്നില്ല. കുറച്ചുകൂടി വലുതായാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് താൻ കാണിച്ച അബദ്ധം മനസ്സിലാകുമായിരിക്കാം. അപ്പോഴും ഇത് ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയയിലെ അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഓ, എന്ത് നല്ലൊരു മോളാണ്, ചക്കര മോളാണ്. മോടെ എഴുത്തുകളെല്ലാം ഭയങ്കര രസകരമായ എഴുത്തുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ഞാൻ ഇന്നാളിലെ കല്യാണം മുടക്കികളായ വ്ളോഗർ താത്താമാരെക്കുറിച്ച് പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. നമ്മളൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടുണ്ട്, നിർമ്മിക്കപ്പെട്ടൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമായി അവർക്കുണ്ടാകുന്ന ചില പാരമ്പര്യ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് മേൽ അതിജീവിച്ച മനുഷ്യരുമുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മകൻ കളക്ടറായി എഞ്ചിനീയറായി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ജനറ്റിക് സ്ട്രക്ചറുകളെ അഥവാ നേച്ചറിനെ സെൽഫ് നർച്ചർ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒക്കെ അതിനുമേൽ വളർന്ന ആളുകളുണ്ട്. അതിന് അങ്ങനെ വളരാതെ ഈ പറഞ്ഞ ജനിച്ചു വീണ ചുറ്റുപാടുകൾ അതെവിടെയാണെന്ന് വെച്ചാൽ അഴുക്കുചാലോ ഓടയോ എവിടെയാണെന്ന് വെച്ചാൽ ആ കിടക്കുന്ന സ്ഥലത്തോട് യാതൊരു അസ്വസ്ഥതയും കൂടാതെ അത് അമൃതാണെന്ന് കരുതി
അതും കുടിച്ച് അതിൽ കിടന്നുറങ്ങുന്നവരുടെ ചിന്തകൾ അത് ഒരു പൊതുസമൂഹത്തിൻ്റെ ബാധ്യതകളായി മൂല്യങ്ങളായി പ്രചരിപ്പിക്കുകയും അതിനെ എൻഡോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഒരു ദുരന്തം. അത് എൻഡോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ ആളുകൾ ഇതങ്ങോട്ട് കോപ്പി ചെയ്ത് അതിലേക്ക് എഴുതും, അപ്പോഴത്തേക്ക് 5-6 പേര് അതിൻ്റെ അടിക്ക് അതിൻ്റെ വലുതെഴുതും. ഇങ്ങനെ മനസമാധാനവും സ്വസ്ഥതയുമോടെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരു 90% കുടുംബങ്ങളും പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കുടുംബം എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു പരസ്പര വിട്ടുവീഴ്ചകളോടെ ആണും പെണ്ണും ഒക്കെ സന്തോഷത്തോടെ ഒക്കെ മുന്നോട്ട് പോകുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം ചില എഴുത്തുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു എഴുത്തുകാരുടെ മഹത്തായ വചനം, ആണുങ്ങൾക്കാർക്കും പ്രണയിക്കാൻ അറിയില്ല. ആണുങ്ങളാരും പ്രണയിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ ഈ പ്രണയിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ പ്രണയമില്ല എന്നാണ് അർത്ഥം. പ്രണയം ഉണ്ടെങ്കിൽ അതിലൊരു വശത്ത് ആണുങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആദിലെയും നൂറയും ആവണമല്ലോ, അല്ലെങ്കിൽ കൂതറയും ആവണമല്ലോ. അങ്ങനെ ആകാതിരിക്കുന്നതിൻ്റെ കാരണം അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് അവരവരുടെ ഫ്രസ്ട്രേഷനാണ്. ഇവരാരും ചുറ്റുപാടുകളിൽ കാണുന്നത് കണ്ട് ഞാൻ എഴുതിയതാണ് എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ ചുറ്റുപാടുകളിലേക്ക് നോക്കുന്നവർ കാണുന്നതൊന്നും ഈ വിഷയമല്ല. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കാണേണ്ടത് ഗതികേടുകാർ, കഷ്ടപ്പാടുകാർ, രോഗികൾ, ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മനുഷ്യർ, വീടില്ലാത്ത മനുഷ്യർ, വീട് വെക്കാൻ കിടന്ന് നെട്ടോട്ടം ഓടുന്ന മനുഷ്യർ, ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന മനുഷ്യർ, ഇവരെയൊക്കെയാണ് കാണേണ്ടത്. അതാണ് ഒരു പൊതുവീക്ഷണത്തിൽ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നത്. എന്നാൽ ഇവരൊക്കെ ഇവരുടെ ഒരു ചിന്താഗതിയിലൂടെ, ഇവരുടെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ കാണുന്ന ഒരു വേറൊരു ലോകത്ത് നിന്നുകൊണ്ട് ഇവരുടെ ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർക്കുകയാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഹിജാബ് ഇട്ട താത്തയെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ. ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങളുടെ ടോക്സിസിറ്റിയിൽ നിന്ന് സമൂഹം അകന്നു നിൽക്കുന്നതാണ് ഗുണകരം.